ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. വടക്കാഞ്ചേരി നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. വിവിധ കടകളിൽ നിന്നായി 282 കിലോ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, 19 കിലോ നിരോധിത പ്ലാസ്റ്റിക് ഇലയും 17 കിലോ നിരോധിത പേപ്പർ ഗ്ലാസും പിടികൂടി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗവും ചേർന്നാണ് പരിശോധന നടത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർ രജനീഷ് രാജൻ, ജസ്റ്റിൻ സ്റ്റെയിൻ, വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ, JHI കിഷോർ, ലിയോ വർഗീസ്, പ്രമോദ്, ജയപ്രകാശ്, അഭിജിത്ത് എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വ്യാപകമായി വിൽപ്പന നടത്തുന്നു എന്ന ഒരു സൂചന, ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു രഹസ്യ വിവരമായിരുന്നു ഇന്ന് രാവിലെ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധനയ്ക്ക് ഇറങ്ങിയത് ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ്. കൂടെ വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗവും കൂടി ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷനാണ് ഇവിടെ നടത്തിയത്. മറ്റ് കടകളിലും ഒരു പരിശോധന വ്യാപിപ്പിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇന്നൊരു ലോറി ഇവിടെ വരികയുണ്ടായി. മലപ്പുറം ജില്ലയിലെ വൈലത്തൂർ എന്നുള്ള സ്ഥലത്തു നിന്നുള്ള ഒരു ഗോഡൗണിൽ നിന്നാണ് ലോറി ഇവിടെ എത്തിയത്. ആ ലോറിയിൽ നിന്നും ഒരു ചാക്ക് നിരോധിച്ച ക്യാരി ബാഗും അതുപോലെ തന്നെ ഒരു ചാക്ക് നിരോധിത പേപ്പർ ഇലയും അതുപോലെ പണ്ട് നിരോധിച്ച പ്ലാസ്റ്റിക് കപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 23 കിലോ ക്യാരി ബാഗും 3 കിലോ പേപ്പർ പ്ലാസ്റ്റിക് കപ്പുകളും നിരോധിച്ച പേപ്പർ ഇല 27 കിലോ അങ്ങനെ ആ വണ്ടിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ആ വണ്ടിയുടെ ഉടമസ്ഥനും ആ വണ്ടിയുടെ എവിടെ നിന്നാണോ എടുത്തത് ആ ഗോഡൗണിൻ്റെ ഓണർക്കും നോട്ടീസ് ഇഷ്യൂ ചെയ്ത് ഫൈൻ ചുമത്തിയിട്ടുണ്ട്. ഇതാണ് ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡും വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗവും നടത്തിയ ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷൻ ഇന്നിവിടെ പിടിച്ചെടുത്തത്. ഈ പരിശോധന ഇന്ന് വ്യാപിപ്പിക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് കടകളിലേക്കും ഇന്നിവിടെ പരിശോധന തുടരുകയാണ്. PCV ന്യൂസ്, വടക്കാഞ്ചേരി.